ഹായ്, വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. ഇറ്റ്സ് മീ സുരാജ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് ഗസ്റ്റ് ഉണ്ട്. മലയാള സിനിമയിലേക്ക് പുത്തൻ ഭാരോദയ രണ്ട് നായകന്മാരാണ്, ആബിദ് ആൻഡ് റിയാസ്. സ്വാഗതം ആബിദ്, റിയാസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നായകന്മാരാണ് ഈ ഫ്ലാറ്റ് നമ്പർ 4B-യിലുള്ളത്. പിന്നെ ഓൺ ദി സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തത് ഹരികൃഷ്ണൻസ് എന്നൊരു സിനിമയാണ്. കാരണം രണ്ട് നായകന്മാർ, നേരെ മമ്മൂക്ക ലാലേട്ടൻ കമ്പയർ ചെയ്യുന്നതല്ല, രണ്ട് നായകന്മാർ ഒരു നായിക. ഇവിടെയും അങ്ങനെ തന്നെയാണോ? രണ്ട് നായകന്മാർ ഒരു നായികയാണ് ഈ ഫ്ലാറ്റ് നമ്പർ 4B-യിൽ? അല്ല, ഫ്ലാറ്റ് നമ്പർ 4B സംബന്ധിച്ച് നായകന്മാർ എന്നൊരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല ബേസിക്കലി. ശരിക്കും ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും തുല്യമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ 4B സംബന്ധിച്ച് ഇതൊരു രണ്ട് ഫേസാണ് കാണിക്കുന്നത് ഫിലിമിൽ. ഒരു പ്രണയം കാണിക്കുന്നുണ്ട്, അതിലുപരി ഒരു ഫാമിലി ഡ്രാമ, ഫാമിലി ഒരു ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫേസിലാണ് നമ്മുടെ രണ്ട് ക്യാരക്ടേഴ്സും വന്നു പോകുന്നത്. സോ രണ്ടിലും ഒരു ഹീറോ, എന്താണ്, രണ്ടിലും ലീഡായിട്ട് വരുന്ന ക്യാരക്ടേഴ്സാണ് എൻ്റെയും റിയാസ് സാറിൻ്റെയും. രണ്ടും ലീഡ് റോൾ ആണെങ്കിലും ആക്ച്വലി അബിദ് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ്. ഞാൻ അതേസമയം അച്ഛൻ ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു കട്ടി മീശയൊക്കെ വെച്ചോണ്ടാണ് നേരത്തെ കട്ടിമീശയൊക്കെ. ആബിദ് എനിക്ക് തോന്നുന്നു അപ്പൊ ഒരു ചോക്ലേറ്റ് പയ്യനാണ് അല്ലെ? താങ്കളുടെ മകളെയാണോ പ്രണയിക്കുന്നത്? അപ്പൊ കുറച്ച് നീങ്ങിയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്തായാലും നമുക്ക് സീനിയോറിറ്റി വെച്ചിട്ട് റിയാസ് പറയൂ, ഈ ഒരു സിനിമയിലെ ഫ്ലാറ്റ് നമ്പർ 4B-യിലെ റിയാസിന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് രഘു എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ പേര് രഘു എന്നാണ്. ഒരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു അച്ഛൻ കഥാപാത്രം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിൻ സിറ്റിയിലാണ് എൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. കൊച്ചി സിറ്റിയിലാണ്. പ്രത്യേകിച്ച് അപ്പർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ബിലോ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ഈ ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു അച്ഛൻ വളരെയധികം ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണ് അതേ കാലഘട്ടത്തിൽ. പക്ഷേ അതേസമയം കുട്ടികൾ പുറത്തോട്ട് പോകുമ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി മോഹങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മകള് കഥാപാത്രം ഒരുപക്ഷെ സ്കൂളിൽ ചെല്ലുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വളരെ അപ്പർ ക്ലാസ് ഫാമിലിയിലുള്ള, അപ്പോൾ അവരുടെ മോഹങ്ങൾ വളരെ വലിയ മോഹങ്ങളാണ്. അപ്പം ഇതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത, ചില ജോലിയിലും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഉള്ള വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ കഥാപാത്രമാണ്. ശരിക്കും വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം എന്ന് വേണേൽ പറയാം. അങ്ങനത്തെ ഒരുപാട് മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളൊക്കെ ഉള്ള. അതെ. ശരിക്കും വേണമെങ്കിൽ ഈ അച്ഛൻ കഥാപാത്രം ഒട്ടനവധി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം പുറത്തോട്ടിറങ്ങുമ്പോൾ പല ജോലിയുടെ പ്രശ്നം, അതിൻ്റെ മറ്റു വിഷയങ്ങൾ, കുട്ടികളുടെ വിഷയങ്ങൾ, വീട്ടിലെ ഫാമിലി പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ വീട്ടിൽ നിന്ന് ഭാര്യയും കുട്ടികളെയും അറിയിക്കാതെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പോകുന്ന എന്തൊരു ആത്മാർത്ഥ. അത്രയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് പയ്യൻ ആബിദിന്റെ അടുത്തേക്ക് എത്താം. അപ്പൊ ആബിദ് എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിലേക്ക് ഒരു രസക്കൊല്ലിയായിട്ടോ അല്ലെങ്കിൽ മകളെ പ്രേമിച്ച് കടന്നുകൂടാൻ ശ്രമിക്കുന്ന ഒരു നായകനായിട്ടാണ്? ഇതില് കംപ്ലീറ്റ്ലി പറഞ്ഞാൽ ഇതൊരു, എന്നെ സംബന്ധിച്ച് ഇതൊരു ചോക്ലേറ്റ് വേഷം എന്ന് എനിക്ക് ഒരിക്കലും ഇതിൽ പറയാൻ തോന്നിയിട്ടില്ല. കാരണം ഒരു ന്യൂ കമറിനെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വേഷമാണ് ഈ ഫ്ലാറ്റ് നമ്പർ 4B മനു എന്നൊരു കഥാപാത്രം. കാരണം മനു എന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സിറ്റി ലൈഫിൽ ജീവിക്കുന്ന എല്ലാ അടിപൊളിയുള്ള ഒരു പയ്യനാണ് മനു. പക്ഷേ മനു അൺഎക്സ്പെക്റ്റഡ്ലി പെട്ടുപോകുന്ന കുറേ സംഭവ വികാസങ്ങളും പെട്ടെന്ന് ട്രാപ്പിലായി പോകുന്ന കുറേ കാര്യങ്ങളാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ മനുവിടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ്, അത് ആദ്യം ഒരു പ്രണയത്തിലൂടെ വന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു ക്യാരക്ടറാണ് മനുവിടെ. അപ്പോൾ ഒരിക്കലും ഇത് ഒരു ത്രൂ ഔട്ട് ചോക്ലേറ്റ് ഒരു വേഷമാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു സ്ട്രോങ് വേഷമാണ് മനുവിടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പെർഫോമൻസ് ഓറിയന്റഡ് ആയ ഒരു വേഷമാണ്. എനിക്ക് തോന്നുന്നത് ഈ ചോക്ലേറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ് ശരിക്കും. അബിദ് സാധാരണ ഇപ്പൊ നമ്മളൊരു ചോക്ലേറ്റ് കഥാപാത്രം ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അവർ ശരിക്കും ഗ്ലാമർ രീതിയിൽ നിൽക്കുന്നത്, പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില സിനിമ കാണുമ്പോഴേ അതിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ശരിക്കും വളരെ നന്നായിട്ട് അബിദ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനില്? ശരിക്കും ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇതിൽ ഏറ്റവും രണ്ട് സ്ട്രോങ് ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇത് രണ്ടുപേരും ഇതുവരെ ഫേസ് ടു ഫേസ് ഒരു ഇതുപോലും ഇല്ല. എല്ലാം കൂടുതൽ നമ്മൾ ഫോൺ ആദ്യമായിട്ട് ക്യാമറയെ അഭിമുഖീകരിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് അഭിമുഖീകരിക്കുന്ന സീൻ ഇതാണ്. അതിൽ മനസ്സിലാക്കാൻ പറ്റും ഈ സിനിമയുടെ എന്താണ്. അതെ, പിന്നെ ഒരുപാട് സസ്പെൻസ് എലമെന്റ് ഇതിൽ ഹിഡൻ ആയി കിടപ്പുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അഫ്കോഴ്സ് ജനങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അതിന്റെ ഒരു എന്താണ് അതിന്റെ മെയിൻ ബാക്ക് ബോൺ എന്താണെന്ന്
അല്ല ഓൾറെഡി റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ചിത്രമാണ്. എനിക്ക് തോന്നുന്നു എന്താ പറയുക, തീം ഓറിയന്റഡ് ആണ്, തീം ഓറിയന്റഡ് ആണ്, കുടുംബത്തിൽ നടക്കുന്ന റിയലിസ്റ്റിക്. നേരത്തെ ഡയറക്ടർ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, അതായത് അപ്പൊ അത്രയും എന്താ പറയാ, നമ്മൾ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സിനിമ പോവുകയാണ്. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രം കയ്യിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ എന്ത് തോന്നിയായിരുന്നു? അപ്പൊ ഇവിടെ നിന്ന് കൊടുക്കണം എങ്ങനെയായിരുന്നു ആ മനസ്സിൽ? ടെൻഷൻ ഉണ്ടായിരുന്ന, പേടി ഉണ്ടായിരുന്ന, കോൺഫിഡൻസ് ഉണ്ടായിരുന്ന, എന്തായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? ഇതില് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം പുറത്തുണക്കിയാണ്. അതിന്റെ യഥാർത്ഥ കാരണം എന്താന്ന് വെച്ചാല്, ഈ സിനിമയുടെ കഥ ഞാൻ എഴുതിയ കഥയാണ്. അപ്പൊ അതിനകത്ത് ഈ കഥ ഒരു കഥാതന്തു എന്ന് പറയുന്നത്, ഈ സിനിമയെ കുറിച്ച് എനിക്കൊന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും, ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു റിയലിസ്റ്റിക് മൂവിയാണ്. ഇതിൽ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉള്ളതിൻ്റെ അന്ന് ഒരു പെൺകുട്ടി, സാധാരണ നമ്മുടെ വീട്ടിലും പെൺമക്കളുണ്ട്. അപ്പൊ അവർക്ക് ഉണ്ടാകാൻ, അല്ല അവരൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ നമുക്കത് വരുന്നതിന് മുമ്പ് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിലെ ഈ അച്ഛൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡെപ്തിൽ പോകേണ്ട, വളരെ ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറാണ്. എന്നിലൂടെയാണ് ശരിക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി തിരിയുന്നതിൻ്റെ അടുത്തൊക്കെ എൻ്റെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള കാര്യം, രഘു എന്ന കഥാപാത്രം എൻ്റെ ശരിക്കുള്ള ക്യാരക്ടറിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രം. ഞാനിപ്പോൾ സംസാരിക്കും വളരെ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കും, പക്ഷെ ഇയാളെല്ലാം ഉള്ളിലൊതുക്കി പോകുന്ന അത് ഫേസിൽ ഫീൽ ചെയ്യണം. അപ്പോൾ ആദ്യം കേരളത്തിലെ പല താരങ്ങളെയാണ് നോക്കിയത്. ഇപ്പം ആദ്യമൊക്കെ അത് ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ നീണ്ടുപോകുന്നു കണ്ടിട്ട് ഞാനൊരു ആഡ് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ടറുടെ തന്നെ. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാരക്ടർ അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പേടിച്ചും ടെൻഷനായും ഒക്കെയാണ്, വളരെ പേടിച്ചാണ്. പക്ഷെ അത് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലുമുള്ള ഒരു അച്ഛൻ കഥാപാത്രം അനുഭവിക്കാൻ സാധ്യതയുള്ള, അവർ ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളെങ്കിലും ഈ രഘു എന്ന കഥാപാത്രത്തിലുണ്ട്. ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും ഒരു അച്ഛൻ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു അച്ഛനെ അവതരിപ്പിക്കാൻ കിട്ടിയതിൽ വളരെ സന്തോഷമായിരുന്നു. ഒരു നല്ലൊരു അച്ഛനായിരുന്നു. ആബിദ് എങ്ങനെയാണ് ഈ ഫ്ലാറ്റിലേക്ക് എത്തിപ്പെട്ടത്? ഞാന് എന്റെ ആദ്യത്തെ ചിത്രമായ രാജസേൻ സാർ സംവിധാനം ചെയ്ത ഇന്നാണ് കല്യാണം ആണ് എന്റെ ആദ്യത്തെ ചിത്രം. അപ്പോൾ അതിൽ അങ്ങനെ കണ്ടാണ് എന്നെ നമ്മുടെ ഡയറക്ടർ കൃഷ്ണവിത്ത് വിജയൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ആഡ് ഫിലിംസും കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എന്നോട് ഇങ്ങനെ ഒരു വർഷം എന്നെ വിളിച്ചു പറഞ്ഞു, ആബിദ് ഇത് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നിനക്ക് പറ്റിയതാണ്, നീ ഒന്ന് കേട്ടു നോക്ക്, എന്താണെന്ന് നിനക്ക് ഇഷ്ടപ്പെടും, നിനക്ക് പറ്റും. അപ്പോൾ ഞാനത് കേട്ടു. അപ്പോൾ കേട്ടപ്പോൾ സീരിയസ്ലി ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയി. കാരണം എന്നെ സംബന്ധിച്ച് ഇതൊരു ഏറ്റവും ചാലഞ്ചിങ് ആയൊരു വേഷമാണ്. അപ്പോൾ അത്രത്തോളം ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു. സോ അപ്പോൾ തന്നെ ഞാൻ അത് ആദ്യമേ കമ്മിറ്റ് ചെയ്തു. പിന്നെ അതിനുവേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്തു, എങ്ങനെ ഇത് പെർഫെക്റ്റ് ആക്കാം ഈ ഒരു വേഷം. സോ ഇതിനുവേണ്ടി എനിക്ക് അങ്ങനെ ടെൻഷൻസ് ഒന്നും ഉണ്ടായില്ല. ഈ ഒരു വേഷത്തിൽ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, ഇത് ചെയ്യണം, പെർഫെക്റ്റ് ആക്കണം എന്ന്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്, നല്ല റെസ്പോൺസസ് വരുന്നുണ്ട് പെർഫോമൻസിനെ കുറിച്ചും സിനിമയെ കുറിച്ചും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല വേഷങ്ങൾ ഇതുപോലെ ചാലഞ്ചിങ് ആയ റോൾസ് ചെയ്യാൻ. ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക്. ഇതുപോലത്തെ ഓരോരോ ജനങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഇനിയും നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം എന്നൊരു നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഡയറക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ ലൈറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും മേക്കപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, അതായത് എക്സ്ട്രാ ലൈറ്റ്സോ എക്സ്ട്രാ മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നത്. നായകന്മാരായ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ സൈഡിൽ നിന്ന്? ഞങ്ങൾക്ക് ഇത്രയും മേക്കപ്പ് പോരാ. അങ്ങനെ എതിർപ്പുകളൊന്നുമില്ല. ബേസിക്കലി ആ ഒരു മൂഡ് അങ്ങനെയാണ്. അല്ല, സാധാരണ നമ്മൾ ക്യാമറക്ക് മുമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കളറൊക്കെ വെച്ചിട്ട് അങ്ങനെ വരുമ്പോൾ അത്രയും മേക്കപ്പ് വേണ്ട, ഒരു സിമ്പിൾ ലൈറ്റേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണുകയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ രണ്ട് നായകന്മാരാണ്. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കാരണം അങ്ങനത്തെ ഒരു ഫിലിം ഇപ്പൊ ഡയറക്ടർ പറഞ്ഞപ്പോ നമുക്കറിയാം, ഈ ഫ്ലാറ്റ് നമ്പർ 4B എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ആ ഒരു മൂഡിലെടുക്കുന്ന ചിത്രമാണ്. അപ്പോൾ ലൈറ്റ്സ് നമ്മൾ അധികം ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് യൂസ് ചെയ്യാണ്ട് നോർമൽ ലൈറ്റിലാണ് കൂടുതലും ഷൂട്ട് ചെയ്തിരുന്നത്. ലൈറ്റ്സ് ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ ഒരു നമ്മള് റിയലിസ്റ്റിക് ലൈറ്റ് എന്ന് പറയില്ല. ഇപ്പൊ നമ്മളൊരു ഇതൊരു 1960s 70s ഫ്ലാറ്റ് ആണ്. ഈ ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫുള്ളി ലൈറ്റ് ഒക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ഗ്ലോ ചെയ്ത് കാണുമ്പോൾ ശരിക്കും ഇതിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള ഫിലിമിനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരുന്നു. ശരിക്കും അതിന്റെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതിന് നമ്മള് അവിടെ ആ ഫ്ലാറ്റിനകത്ത് നിൽക്കുകയാണോ എന്ന്, അല്ല ഈ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ കറക്റ്റ് യഥാർത്ഥത്തിൽ ചെല്ലുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും നമ്മുടെ ക്യാമറമാൻ നൗഷാദ് ഷെരീഫാണ്. പിന്നെ കാരണം അദ്ദേഹത്തിന്റെ ഓരോരോ
ഫ്രെയിംസും പിന്നെ നമ്മുടെ ഡയറക്ടറുടെ ഓരോ ഐഡിയാസും എല്ലാം ഈ ചിത്രത്തിന് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ശരിക്കും എൻ്റെ ഇപ്പൊ ഇത് ചോദിച്ചിരുന്നല്ലോ, എന്നെ സംബന്ധിച്ച് ഇങ്ങനെ അല്ലായിരുന്നു. എനിക്ക് കട്ടി മീശ, പിന്നെ ഒരു മുടിയൊക്കെ വളർത്തി കൃതമൊക്കെ ആക്കി, പിന്നെ വളരെ ഡൾ മേക്കപ്പിലാണ്. ശരിക്കും വളരെ ടെൻസ്ഡ് ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ ഒരിക്കലും ഗ്ലാമർ ആയിട്ട് നടക്കില്ല. ശരിക്കും ഈ ഫിലിമില് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇതില് ബാക്കി ക്യാരക്ടേഴ്സിനെ ഒരു ലൈറ്റ് ആക്കിയിട്ട് ശരിക്കും മനു എന്ന ക്യാരക്ടറാണ് ഇതിൽ കുറച്ചും കൂടി ഒരു കളർഫുൾ ആയിട്ട് നിൽക്കേണ്ടത്. കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും അതിന് ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. കാരണം ഒരു അച്ഛന്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും പോകുമ്പോൾ മനു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ചും കൂടി കളർഫുൾ ആയിട്ട് അടിച്ചുപൊളി. സോ അത് നല്ല രീതിയിൽ ആ ഒരു ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഈ സ്റ്റോറിയിൽ ശരിക്കും ഒരു സെപ്പറേഷൻ അങ്ങനെ തന്നെ മനസ്സിലാവും. കാരണം കളർഫുൾ ലൈഫിൽ നിൽക്കുന്ന മനുവും അതേസമയം അല്ലാതെ നിൽക്കുന്ന ഈ ഫാമിലിയും പിന്നെ കുറെ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയേണ്ടത് ശ്രീജിത്ത് രവി ചെയ്ത ക്യാരക്ടർ, സീമ ചേച്ചി ചെയ്ത ക്യാരക്ടർ, ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങള് പറയാതെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ശരിക്കും ഇതില് എന്നെ സംബന്ധിച്ചിപ്പോ ഇതിന്റെ സീനിയർ ആർട്ടിസ്റ്റ് ശ്രീജിത്ത് രവി, സുനിൽ സുഗത, കലാശാല ബാബു സാറ്, സീമാജി നായർ, ലക്ഷ്മി ശർമ്മ, ഇതിൽ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് നമ്മുടെ ഫിലിമിലുണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഓരോരോ ക്യാരക്ടേഴ്സ് ഇവർക്ക് ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരുപാട് പഠിക്കാൻ പറ്റും എല്ലാ രീതിയിലും. കാരണം ഇവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ, കാരണം ആ ഫിലിമിന്റെ ഒരു പെർഫെക്ഷനിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അവരുടെ സപ്പോർട്ട്. ശരി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. അവരുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണ്.